കോൺഗ്രസിലാണ് ഇങ്ങനെയൊക്കെയാണ് സാധാരണ പറയില്ലേ, കോൺഗ്രസിലാണ് പരസ്പരം ചെളിവാരി എറിയുന്നതും കാലുവാരുന്നതും കുതികാൽ വെട്ടുന്നതും ഒക്കെ കോൺഗ്രസിലാണെന്ന് പറയാം. പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർ യഥാർത്ഥത്തിൽ അങ്ങനെ വല്ല ആഗ്രഹമുള്ള കോൺഗ്രസ്സുകാർ CPM-മാരെ കണ്ട് പഠിക്കേണ്ടതാണ്. എങ്ങനെ നന്നായിട്ട് കാലുവാരാം, എങ്ങനെ നന്നായിട്ട് കാല് വെട്ടാം, എങ്ങനെ ഒരാളുടെ പ്രതിച്ഛായ നശിപ്പിക്കാം എന്നൊക്കെ കോൺഗ്രസ്സുകാർ ഇപ്പം CPM-മാരെ കണ്ട് പഠിക്കേണ്ടതാണ്. നമുക്കറിയാലോ, ഇപ്പം കോൺഗ്രസിനകത്ത് കഴിഞ്ഞ ദിവസം അലോഷി നമ്മുടെ VD സതീശനെതിരെ, മുഖ്യമന്ത്രി VD സതീശനെതിരെ പടക്കിറങ്ങിയ അലോഷി എന്ന് പറയുന്ന KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് VD സതീശന്റെ മുന്നിൽ പോയി ഇരുവരും സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ പണ്ട് ചെറിയ കഥയിൽ പറഞ്ഞ പോലെ കുറുക്കച്ച ഞങ്ങളുടെ വഴക്ക് തീർന്നു എന്ന് പറഞ്ഞ പോലെ, അല്ല പുലിയച്ച ഞങ്ങളുടെ വഴക്ക് തീർന്നു എന്ന് പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഞങ്ങളുടെ വഴക്ക് തീർന്നു. കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. മുഖ്യമന്ത്രി പറഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്കും മനസ്സിലായി. ഏതായാലും KSU പറയുന്നൊന്നും ഞാൻ കേൾക്കാൻ വേണ്ടി പോകുന്നില്ല. സതീശൻ അങ്ങനെയാണ്. സുധീരൻ പറഞ്ഞതും കേൾക്കില്ല, നിയാസ് പറഞ്ഞതും കേൾക്കില്ല, KSUക്കാർ പറഞ്ഞതും കേൾക്കില്ല. ഇതൊക്കെ കേൾക്കാൻ നിന്നാൽ അതോടെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന സംവിധാനം ആകെ അലങ്കോലമാകും എന്ന് വ്യക്തമായി സതീശൻ അറിയാം. സതീശന് കൃത്യമായ എന്താ പറയാ ഭാവനയുണ്ട്, പ്രവർത്തന പദ്ധതികളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അത് പ്രാവർത്തികമാക്കാനുള്ള ഇച്ഛാശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശൻ ഇത്തരം ആളുകളൊന്നും പറയുന്നത് കേൾക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും സുധീരൻ തോറ്റു, നിയാസും തോറ്റു, അലോഷിയും തോറ്റു. ഇനിയും കുത്തിത്തിരിപ്പുമായി വരാൻ സാധ്യതയില്ല. ഇനി വരികയാണ് തന്നെ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാൻ രണ്ട് കമ്പയർ ചെയ്താണ്. കോൺഗ്രസിലെ പൊട്ടിത്തെറികൾ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്, വളരെ ചെറുത്. ഏതുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇമാതിരി കള്ളൻ വിജയൻ, മന്ദൻ ഗോവിന്ദൻ, സ്വരാജിന്റെ വക വെട്ട്, ഒരു വെട്ടല്ല, സ്വരാജിന്റെ വക 52 വെട്ട്, 51 TP ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിയിട്ടായിരുന്നു അവസാനിപ്പിച്ചത്. സ്വരാജ് ഇപ്പം വെട്ടുന്നത് 52 വെട്ടാണ്. സ്വരാജ് വെട്ടുന്നത് ആരെ? KR അജയനെ. ഏതായാലും വെട്ടി തീരട്ടെ ഈ പാർട്ടി എന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റൂലേ? എടോ സ്വരാജേ കേൾക്കടോ, ദേശാഭിമാനി പത്രത്തിലെ കള്ളൻ വിജയൻ എന്ന് അച്ചടിച്ചാൽ അതെങ്ങനെയാണോ പിണറായി വിജയനാവുക? എങ്ങനെയാവുക? അപ്പം പിണറായി വിജയനെ കള്ളനാക്കിയത് ആരെന്നെയാണ്? താൻ തന്നെയാണോ? ഒരു സംശയം വേണ്ട. അതാണ് G ശക്തിധരൻ. എന്തായാലും ദേശാഭിമാനിയെ പറ്റിയിട്ട് G ശക്തിധരനുള്ള അത്രയും അറിവൊന്നും അതിന്റെ ഒരു ഏഴായാലത്തൊന്നും സ്വരാജ് വരില്ല എന്നറിയാലോ അല്ലേ? ആ ശക്തിധരനാ പറയുന്നത് അല്ലേ, പുറത്തൊന്നും മറ്റൊരാളല്ല പറയുന്നത്. G ശക്തിധരനാണ് വളരെ കൃത്യമായി ആരാണ് ആരാണ് KR അജയൻ എന്നും ആരാണ് സ്വരാജ് എന്നും വളരെ വ്യക്തമായി പറയുകയാണ് ഈ പോസ്റ്റിലൂടെ G ശക്തിധരൻ. ഈ കള്ളൻ വിജയനെ കുറിച്ചുള്ള ചർച്ചകള്, വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഏറ്റവും പുതിയ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ആരുടേതാണെന്ന് അറിയോ? നമ്മുടെ G ശക്തിധരൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മളെ സ്വരാജിനെ നല്ല എന്താ പറയാ വരിഞ്ഞ് ഉപ്പും മുളകൊക്കെ തേച്ചും കണ്ട് വറുത്തെടുത്തിരുന്നു സ്വരാജിനെ. ഇപ്പതാ ശക്തിധരന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് പിണറായി കള്ളനാണോ എന്ന് ദേശാഭിമാനിക്കോ സംശയം എന്ന് ചോദിക്കുന്നത്. പിണറായി കള്ളനാണോ എന്ന് ദേശാഭിമാനിക്കാണോ സംശയം എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത്. അതില് ശക്തിധരൻ ആ തലക്കെട്ടിന് താഴെ പറയുകയാണ്, ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് അച്ചടി ഒരു ദിവസം വൈകിപ്പിക്കേണ്ടി വന്നതിന്റെ കാരണം സംബന്ധിച്ച് റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് മാധ്യമങ്ങൾക്ക് ഞായറാഴ്ച നൽകിയ വിശദീകരണം നിരുത്തരവാദപരവും നിരുത്തരവാദപരവും മാധ്യമ സ്വാതന്ത്ര്യത്തെ അവഹേളിക്കുന്നതുമാണ് എന്നാണ് ശക്തിധരൻ പറയുന്നത്. ഈ വിഷയത്തിൽ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയുള്ള എഡിറ്റർ KR അജയനെ പ്രതിക്കൂട്ടിലാക്കി നോട്ടീസ് നൽകിയ വിവരം മറച്ചു പിടിച്ചുകൊണ്ടാണ് റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് കള്ളക്കഥ മെനഞ്ഞ് പച്ചക്കള്ളം മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അത്രയേ ഉള്ളൂ ഈ ബുദ്ധിജീവിയുടെ നിലവാരം. ഏത് ബുദ്ധിജീവിയുടെ? M സ്വരാജ് എന്ന് പറയുന്ന ബുദ്ധിജീവിയുടെ നിലവാരം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സത്യം പറയാൻ അയാൾക്ക് പേടിയാണ്. ഇനി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള ഒരു അംഗത്തിന്റെ നിലവാരത്തിനോ അന്തസ്സിനോ നിരക്കുന്നതല്ല അദ്ദേഹത്തിന്റെ നടപടി. ഇതുപോലുള്ളവരെ പാർട്ടിയിൽ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റുന്നതിന്റെ ഭവിഷ്യത്ത് നിസ്സാരമായിരിക്കില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാർട്ടി തത്വങ്ങൾക്ക് നിരക്കാത്ത ദുഷ്ചെയ്തികൾ നിരന്തരം കാട്ടിക്കൂട്ടി ചില നേതാക്കളുടെ കൈക്കോടാലിയായി പ്രവർത്തിക്കുന്നതിൽ അഗ്രഗണ്യനാണ് M സ്വരാജ്. കേൾവിക്കാരെ മയക്കുന്ന വാചാടോപത്തിന്റെ മാലപ്പടക്കം പൊട്ടിക്കലല്ലാതെ അകക്കാമ്പുള്ള ദൈക്ഷണിക സംവാദ വേദികളിൽ ഒന്നും ഈ നേതാവ് ഒരു സംഭാവനയും ചെയ്തു കണ്ടിട്ടില്ല.
ഈ അന്തംഗമ്പികളല്ല പറയുന്നത് സ്വരാജ് എന്തോ വലിയ സൈദ്ധാന്തികനാണെന്ന്. എന്ത് സൈദ്ധാന്തികൻ? ഒന്നുമില്ല എന്നാ പറയുന്നത്. ജന്മനാട്ടിലെ പഞ്ചായത്ത് വാർഡിൽ, അതാണ് ഏറ്റവും വലിയ രസം, ജന്മനാട്ടിലെ പഞ്ചായത്ത് വാർഡിൽ മുഖ്യമന്ത്രി വന്ന് പലവട്ടം പ്രസംഗിച്ചിട്ടും ഈ സഖാവിന് വോട്ട് കിട്ടിയില്ല എന്നതും കാണാതിരിക്കാനാവില്ല. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ വെറുത്ത, സ്വന്തം പഞ്ചായത്തിലെ പാർട്ടിക്കാർ പോലും വെറുത്ത ആളാണ് എം സ്വരാജ്. പിന്നെ കേരളത്തിലെ മൊത്തം ആൾക്കാരുടെ കാര്യം പറയാനില്ലല്ലോ, അല്ലെ? തിരുത്തലുകൾക്ക് അതീതരായി മുകളിൽ നിന്ന് കെട്ടിയിറക്കുന്നവരാണ് ഇത്തരക്കാർ. ഇതുപോലുള്ളവരാണ് ഇനിയും സമ്പൂർണ്ണ തിരുത്തലുകൾക്ക് ശേഷം പാർട്ടിയുടെ തലപ്പത്ത് കയറി വരുന്നത് എങ്കിൽ ഇതിന് അധികം ആയുസ് ഉണ്ടാകില്ല. അപ്പൊ CPM ഇനി അധികം ആയുസ് ഉണ്ടാവില്ല. ഇപ്പൊ ഒരു തിരുത്തലിന് ഉള്ള ഒരു വേദിയൊക്കെ ഒരുങ്ങുകയാണല്ലോ. അതായത് വിശാല സംസ്ഥാന സമിതി ചേരാൻ പോവുകയാണ് അടുത്ത മാസം. അപ്പോൾ അതിലെങ്ങാനും ഇപ്പോഴുള്ള നേതാവിനൊക്കെ മാറ്റിയിട്ട് ഇമാതിരി ആൾക്കാരൊക്കെ കാത്തിരിക്കുന്ന എം സ്വരാജിനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നൊക്കെയാണ്. സ്വരാജും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോവിന്ദനെ വെട്ടിയിട്ട് അവിടെ കയറിയിരിക്കാനാണ് സ്വരാജിന്റെ ആഗ്രഹം. പക്ഷേ സ്വരാജിനെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ പിന്നെ ഞാൻ ഒരു സംശയം വേണ്ട, CPM തീർന്നു. അതിനി അധികം ആയുസ് ഉണ്ടാവില്ല എന്നത് പറയാതിരിക്കാനാവില്ല. എന്റെ പരിചയത്തിലും അറിവിലും KR അജയൻ ദേശാഭിമാനിയിൽ പ്രൊഫഷണലിസത്തിന് മുൻതൂക്കം നൽകുന്ന അപൂർവ മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ്. സഞ്ചാര സാഹിത്യപ്രിയനായ അപൂർവം മലയാള പത്രപ്രവർത്തകരിൽ ഒരാളാണ്. ഒട്ടേറെ രചനകൾ അദ്ദേഹത്തിന്റെ ഈടുവെപ്പായിട്ടുണ്ട്. ഞായറാഴ്ച പതിപ്പും സ്പെഷ്യലുകളും അണിയിച്ചൊരുക്കുന്നതിൽ KR അജയന്റെ ക്രാഫ്റ്റും വൈഭവവും അസൂയാർഹമാണ്. ദേശാഭിമാനിക്കുണ്ടായ അപജയം ഒരു വേള KR അജയനിലും കരിനിഴൽ വീഴ്ത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ KR അജയനെ ജി ശക്തിധരൻ ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് KR അജയൻ എന്ന് പറയുന്നത് ഏറ്റവും മിടുക്കനായ മാധ്യമപ്രവർത്തകനായിരുന്നു. ഈ ദേശാഭിമാനിയുടെ പേജുകൾ ഏറ്റവും മനോഹരമായി രൂപകൽപ്പന ചെയ്യുകയും അതിൽ എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും മിടുക്കനായ മാധ്യമപ്രവർത്തകനായിരുന്നു KR അജയൻ. പക്ഷേ അതിന്റെ ഇടയിൽ ദേശാഭിമാനി ആകെ അപജയത്തിലേക്ക് നീങ്ങിയപ്പോൾ ഞാൻ അജയനും അപജയത്തിലേക്ക് നീയോ എന്ന് എനിക്കറിയില്ല എന്നാണ് ആര് പറയുന്നത്? ശക്തിധരൻ പറയുന്നത്. KR അജയൻ എന്തോ അപരാധം ചെയ്തു എന്ന മട്ടിലാണ് വിഷയം വക്രീകരിച്ചിരിക്കുന്നത്. പിണറായി വിജയനെ കള്ളൻ എന്ന് കാണുന്ന ഏത് പാർട്ടി പ്രവർത്തകനാണ് കേരളത്തിൽ ജീവിക്കുന്നത്? ശക്തിധരൻ ചോദിക്കുകയാണ്, എന്താണ്? പിണറായി വിജയനെ കള്ളൻ എന്ന് കാണുന്ന ഏത് പാർട്ടി പ്രവർത്തകനാണ് കേരളത്തിൽ ജീവിക്കുന്നത്? ദേശാഭിമാനിയിൽ ഏതെങ്കിലും ലേഖനത്തിൽ കള്ളൻ എന്ന് അച്ചടിച്ചാൽ അത് പിണറായി വിജയൻ ആകുമോ? എന്ത് അസംബന്ധമാണിത്, അല്ലേ? എടോ സ്വരാജേ കേൾക്കടോ, ദേശാഭിമാനി പത്രത്തിലെ കള്ളൻ വിജയൻ എന്ന് അച്ചടിച്ചാൽ അതെങ്ങനെയാണോ പിണറായി വിജയനാവുക? എങ്ങനെയാവുക? അപ്പം പിണറായി വിജയനെ കള്ളനാക്കിയത് ആരെന്നെയാണ്? താൻ തന്നെയാണോ? ഒരു സംശയം വേണ്ട. അതാണ് ജി ശക്തിധരൻ. എന്തായാലും ദേശാഭിമാനിയെ പറ്റിയിട്ട് ജി ശക്തിധരനുള്ള അത്രയും അറിവൊന്നും അതിന്റെ ഒരു ഏഴയലത്തൊന്നും സ്വരാജ് വരില്ല എന്നറിയാലോ, അല്ലേ? ആ ശക്തിധരനാ പറയുന്നത്, അല്ലേ? പുറത്തുനിന്ന് മറ്റൊരാളല്ല പറയുന്നത്. ജി ശക്തിധരനാണ് വളരെ കൃത്യമായി ആരാണ് KR അജയൻ എന്നും ആരാണ് സ്വരാജ് എന്നും വളരെ വ്യക്തമായി പറയുകയാണ് ഈ പോസ്റ്റിലൂടെ ജി ശക്തിധരൻ. ശക്തിധരൻ മറ്റൊരുപാട് കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും തൽക്കാലം പറയുന്നില്ല. ഏതായാലും ശക്തിധരന്റെ ഈ ഒരു നിരീക്ഷണം ഉണ്ടല്ലോ, അതായത് കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അത് പിണറായി വിജയനാണ് എന്ന് തോന്നുന്നത് ആർക്കാണ്? സഖാക്കൾക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും, അല്ലേ? എന്താ ചെയ്യാ?